Morning students, welcome to Malayalam class Standard 3. നമ്മൾ ഇന്ന് റിവിഷൻ ലെസണുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ ടേമിലുള്ള എല്ലാ ലെസൺസും പഠിച്ചു തീർന്നു. അപ്പം നമുക്ക് കഴിഞ്ഞ ടേമിലുള്ള ഒരു ചാപ്റ്റർ കൂടെ ഈ ടേമിൽ പഠിക്കാനുണ്ട്. ഓണം പൊന്നോണം എന്ന ചാപ്റ്റർ നമുക്ക് ഈ ടേമിൽ പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് പഠിച്ചോളണം. ഓക്കെ, ഇനി നമ്മൾ എല്ലാ ചാപ്റ്ററിൻ്റെയും കൂടി ചേർത്ത് പിരിച്ചെഴുതുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ നോക്കി കരിയില. കരിയില എന്നുള്ളത് പിരിച്ച് പറഞ്ഞേ. അപ്പം നമ്മൾ ആദ്യം പിരിച്ച് പറയണം. എങ്ങനെയാണ്? കരി പ്ലസ് ഇല അല്ലേ? അപ്പൊ ഇത് നമ്മൾ ചേർത്ത് പറയുമ്പോൾ കരിയില എന്നാകും. ഉണ്ടോ? കാറ്റടിച്ചു. എങ്ങനെയാ പിരിച്ച് പറഞ്ഞേ? കാറ്റ് കാറ്റ് പ്ലസ് അടിച്ചു. ഉണ്ടോ? കാറ്റടിച്ചു. അടുത്ത വഴിക്ക് ചെത്തി ഒരുക്കിയ. നമ്മൾ പിരിച്ച് ആദ്യം പറഞ്ഞു നോക്കണം. ചെത്തി പ്ലസ് ഒരുക്കിയ. ഒരുക്കിയ, ചെത്തി ഒരുക്കിയ. നടന്നെത്തുക. പിരിച്ച് പറഞ്ഞു നോക്കണം ആദ്യം. നടന്ന് പ്ലസ് എത്തുക. നിങ്ങൾക്ക് ഇതെല്ലാം അറിയാവുന്നതാണ്. പിന്നെ ടീച്ചർ നിങ്ങൾക്കൊന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം. കുതിച്ചൊഴുകി. എങ്ങനെയാണ്? കുതിച്ച് പ്ലസ് ഒഴുകി. ഓക്കെ, എവിടെയെങ്കിലും. എവിടെ പ്ലസ് എങ്കിലും. ഓക്കെ, അടുത്ത നോക്കിയേ. ഓക്കെ, അടുത്ത നോക്കി അത്ത പൂക്കളം. അത് പിരിച്ച് പറഞ്ഞേ. അത്ത അതിനെ അത്ത പ്ലസ് പൂക്കളം. അടുത്ത നോക്കിയേ വാഴയില. നമ്മൾ ആദ്യം പിരിച്ച് പറഞ്ഞു നോക്കിയേ വാഴ പ്ലസ് ഇല. വാഴയില. തിരുവോണം. എങ്ങനെയാ പിരിച്ച് പറഞ്ഞേ? തിരു പ്ലസ് ഓണം. ഓക്കെ, ഉണ്ണാനിരുന്നു. ഉണ്ണാൻ പ്ലസ് ഇരുന്നു. ഓക്കെ, ഇതുപോലെ തന്നെ പിരിച്ചെഴുതുക പോലെ തന്നെ ചേർത്തെഴുതുക എന്നുള്ളതും പരീക്ഷയ്ക്ക് വരാം. ഓക്കെ, അപ്പൊ ചേർത്തെഴുതാൻ നോക്കി ചിറകുയർത്തി. ചിറകെ പ്ലസ് ഉയർത്തി എന്നാണ് നമ്മൾ ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെയാണ്? ചിറകുയർത്തി. ചിറകുയർത്തി. കേട്ടോ? അപ്പൊ ചേർത്ത് ആദ്യം പറഞ്ഞു നോക്കണം. ചിറകെ പ്ലസ് ഉയർത്തി. ചിറകുയർത്തി. ഊവിന്റെ ചിഹ്നമാണ് ഇവിടെ വന്നിരുന്നത്. കേട്ടോ? ഉണ്ടോ? ഇനി നടന്ന് പ്ലസ് എത്തും. നടന്നെത്തും. ഏത് ചിഹ്നം നമ്മൾ അവിടെ കൊടുക്കണം. നോക്കി, നടന്നേ. കേട്ടോ? നെത്തും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ വാഴയില. വാഴ പ്ലസ് ഇല. അപ്പൊ നമ്മൾ ചേർത്ത് എഴുതുമ്പോ വാഴ ഇല. ഈനാണ്. ഉണ്ടോ? ഓക്കെ, അപ്പൊ മനസ്സിലായോ? ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഈ ഓണത്തിൻ്റെ ആ ചാപ്റ്ററിൽ ഓണം പൊന്നോണം എന്ന ചാപ്റ്ററിൽ ഓണത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് നിങ്ങൾ വായിച്ച് പഠിക്കണം. അതുപോലെ തന്നെ ഓണച്ചൊല്ലുകൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഗ്രാമത്തിലെ സന്ധ്യ എന്ന പാട്ട് നമ്മൾ പഠിച്ചു. അതിൻ്റെ 4 വരി എഴുതുവാനായിട്ട് എല്ലാവരും പഠിച്ചിരിക്കണം. ഗ്രാമത്തിലെ സന്ധ്യ എന്ന കവിത എഴുതിയതാരാണ്? വയലാർ രാമവർമ്മയാണ്. ഓക്കെ ഓക്കെ പത്രം വായനയുടെ പ്രത്യേകത എന്താണ്? പത്രം വായിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് പ്രയോജനമുള്ളത്? പത്രവായനയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ?
എന്താണ്, നമുക്ക് അറിവ് വർദ്ധിക്കും. അതുപോലെ തന്നെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പത്രവായനയിലൂടെ സാധിക്കുന്നു. പിന്നെ നമ്മൾ ഈ പത്രമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ കൊച്ചു കുട്ടികളല്ലേ, അപ്പം നിങ്ങളുടെ അക്ഷരത്തെറ്റുകളൊക്കെ കുറയുവാനായിട്ട് സാധിക്കും. വായനയിൽ നിന്നും നമുക്ക് കൂടുതൽ അറിവ് ലഭിക്കുകയും നമ്മുടെ അക്ഷരത്തെറ്റുകളൊക്കെ മാറ്റി നന്നായി മിടുക്കരായിട്ട് തീരുവാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത റിവിഷനുമായിട്ട് എത്താം.